സോ വിച്ച് ഈസ് ദി ബെസ്റ്റ് സ്ട്രീമിംഗ് സർവീസ് ആസ് ഓഫ് നൗ. അപ്പോൾ ആദ്യം പറയല്ലോ, ഞാൻ ഈ സ്ട്രീമിംഗ് സർവീസ് അത്ര താല്പര്യമുള്ള ആളല്ല. ബട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്യാഷ്വലായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രീമിംഗ് സർവീസ് യൂസ് ചെയ്യും എന്ന് മാത്രം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പൊസിഷൻ ഞാൻ കൊടുക്കാൻ പോകുന്നത് യൂട്യൂബ് മ്യൂസിക്കിനാണ്. ഒന്നത്തെ കാരണം, ഇതിലുള്ള പോലെ പാട്ടുകൾ വേറെ ഒരു സ്ട്രീമിംഗ് സർവീസിലും ഇല്ല. ഓൾസോ യൂട്യൂബിൽ മാത്രമുള്ള ചില കവർ സോങ്സും പിന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് യൂട്യൂബിൽ ഇങ്ങനെ പാട്ടുകൾ ഇടാറുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വേറെ സ്ട്രീമിംഗ് സർവീസിൽ കിട്ടാറില്ല. ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 256 kbps ഓപ്പസ് ആണ് വരുന്നത്, വിച്ച് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ കാഷ്വൽ ലിസണിങ്. ഈവൻ നോർമൽ 128 kbps വരുന്ന ഓപ്പസ് ഈസ് ഇക്വലന്റ് ടു 320 kbps വരുന്ന MP3. അത് മുൻപേ ഞാൻ ഓപ്പസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. യൂട്യൂബ് മ്യൂസിക്കിൻ്റെ UI ഒരു കൂളായിട്ടുള്ള UI ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്, പ്രറ്റി റെസ്പോൺസീവ് ഒക്കെ ആയിട്ടുള്ള. പിന്നെ റെക്കമെൻഡേഷൻസ് എല്ലാം നല്ലതായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു മൂഡ് അനുസരിച്ച് നമ്മളൊരു സോങ് ഈ ക്വിക്ക് പിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതേ മൂഡ് വരുന്ന കുറേ പാട്ടുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തോളും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില പാട്ടുകളൊക്കെ പ്രോപ്പർലി എൻകോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ വലിയ വിഷയമില്ല, എന്നാലും ചില ആൽബംസിന് ഇത് സംഭവം ഉണ്ട്. പിന്നെ പ്ലാൻസ് ഒക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ് എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇപ്പോൾ ഒരു ഫാമിലി പ്ലാൻ എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഞാൻ ഫാമിലി പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 പേരാണെന്നുണ്ടെങ്കിൽ ഒരാൾ 36 രൂപ വെച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ 5 പേർക്ക് ഒരു ഫാമിലി പ്ലാനായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ചീപ്പാണ് സംഭവം. പിന്നെ സെക്കൻഡ് പൊസിഷൻ ആപ്പിൾ മ്യൂസിക്കാണ്. കമ്പയർഡ് ടു യൂട്യൂബ് മ്യൂസിക്, ആപ്പിൾ മ്യൂസിക് അത്ര വലിയ കളക്ഷനൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പ് പറഞ്ഞ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസും പിന്നെ യൂട്യൂബിൽ ഈ സോങ് അപ്ലോഡ് ചെയ്തിട്ടേക്കുന്ന സോങ്ങുകളും അതൊന്നും ഇതിൻ്റെ അകത്ത് കിട്ടില്ലല്ലോ, യൂട്യൂബിൽ മാത്രമുള്ള സംഭവങ്ങൾ. ബട്ട് യൂട്യൂബ് മ്യൂസിക് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ആപ്പിൾ മ്യൂസിക്കിന് തന്നെയാണ്. ലോസ്ലെസ് ഫോർമാറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആൻഡ്രോയിഡിൽ റീസാമ്പിളിംഗ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് ലോസ്ലെസ്സിൽ കേട്ടാലും ഭയങ്കര ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ലോസി ഫോർമാറ്റിൽ കേട്ടാലും ഒക്കെ ഏകദേശം സെയിം സെറ്റപ്പൊക്കെ തന്നെ കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കൊരു PC യോ ലാപ്ടോപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൾ മ്യൂസിക് അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് അതിൽ ഒരു നല്ല ഡാക്ക് വെച്ച് പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ലോസ്ലെസ്സിൽ കേൾക്കാൻ പറ്റും. പിന്നെ ഇൻ്റർഫേസ് ഒക്കെ ഭയങ്കര ക്ലീൻ ആണ്, ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ്. നേരത്തെ പറഞ്ഞ റെക്കമെൻഡേഷൻസ് വരുന്നതാണെന്നുണ്ടെങ്കിലും ഒരു ഓക്കെ ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് മ്യൂസിക്കിൻ്റെ അതേ പ്രൈസിങ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. ഭയങ്കര വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അത്രയും ചീപ്പായിട്ട് നമുക്ക് ലോസ്ലെസ് സംഭവം ഇതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ ചില പാട്ടുകൾ എൻകോഡ് ചെയ്തേക്കുന്നൊരു കുഴപ്പം ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ യൂട്യൂബ് മ്യൂസിക്കിലുള്ള പോലെ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തില്ല. പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടാൽ ആൽബം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മാറ്റി തരുമെന്നൊക്കെയാണ് ഞാൻ എടുത്ത് വായിച്ചത്. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ ബെസ്റ്റ് എന്ന് തോന്നിയേക്കുന്ന 2 ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡിൽ ക്യാഷ്വൽ ലിസൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് മ്യൂസിക് വിൽ ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ PCയും ഫോണും ഉണ്ട്, ഓൾസോ ലോസ്ലെസ് ക്വാളിറ്റിയിൽ വേണം പാട്ട് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൾ മ്യൂസിക് ആയിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ വെർഡിക്റ്റ്.